ഹലോ എവരിവൺ, എല്ലാവർക്കും ഈസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഏകദേശം 16ഓളം വരുന്ന PSCയുടെ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അതിൽ വളരെ സുപ്രധാനപരമായിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഒരു യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, മറ്റ് പരീക്ഷകളിലേക്ക് കണ്ടുനിട്ടിരിക്കുന്നവരായിക്കോട്ടെ, വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ PSCയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് ആ പരീക്ഷകൾ, ഏതെല്ലാമാണ് നോട്ടിഫിക്കേഷൻസ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആദ്യത്തെ പരീക്ഷകൾ മുതൽ അവസാന പരീക്ഷകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന കാറ്റഗറി നമ്പർ 23/2026 മുതൽ 38/2026 വരെ അടങ്ങുന്ന ഒരു നീണ്ട നോട്ടിഫിക്കേഷൻസ് ആണ് എന്ത് വന്നിട്ടുള്ളത്. അതിന്റെ എല്ലാത്തിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 ആണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കടന്നു വരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കാണ്. ഏകദേശം 52,200 മുതൽ 1,15,300 വരെ ഈ പറയുന്ന പേ സ്കെയിൽ പോകുന്ന ഒരു ജോലി കൂടിയാണ്. എത്ര വേക്കൻസി ഉണ്ടെന്ന് പറയുന്നില്ല, കാരണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. 23/2026 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് 20 മുതൽ 41 വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡയറി സയൻസിൽ അല്ലെങ്കിൽ പറയുന്ന BTech ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താണ് ബിരുദമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ICAR എന്നാണ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 ആണ് കേട്ടോ. അടുത്തതാണ് 024/2026 എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ്. ഒറ്റ വേക്കൻസി ആകത്തുള്ളൂ, അതാണ് ഒരു പ്രശ്നം, ഒറ്റ വേക്കൻസി ഉള്ളൂ. 51,400 മുതൽ 1,11,300 വരെയാണ് എന്ത് ചെയ്യുന്നത് പേ സ്കെയിലാണ് നൽകിയിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് തസ്തികയാണ്. 18 മുതൽ 40 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് BAM or DM ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. കൂടാതെ തന്നെ 2 വർഷം മെഡിക്കൽ പ്രിപ്പറേഷൻ ഫ്രം എനി ആയുർവേദിക് ഫാർമസി റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ കമ്പനീസ്മാർ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ് ഈ സബ്സിഡിയിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. അടുത്തതാണ് ഈ പറയുന്ന 025/2026 എന്ന് പറയുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പോസ്റ്റിന്റെ പേര് ചിൽഡ്രൻ ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എത്ര വേക്കൻസി ഉണ്ടെന്നൊന്നും പ്രധാനമായിട്ട് പറയുന്നില്ല. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 25 മുതൽ 45 വയസ്സ് വരെ ഈ പറയുന്ന പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസോ സോഷ്യൽ വർക്കോ സോഷ്യോളജിയോ എന്താണ് സൈക്കോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു തസ്തികയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉണ്ടായിരിക്കണം അല്ലെ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒന്നില്, ഹോം സയൻസിലാവാം, സോഷ്യൽ വർക്കിലാവാം, സോഷ്യോളജിയിലാവാം, സൈക്കോളജിയിലാവാം, ഇതിൽ ഏതെങ്കിലും എന്തുണ്ടായിരിക്കണം, മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കാത്തിരുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് MED-യിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന 26/2026 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം എന്താണ് 45,600 മുതൽ 95,600 വരെ ഈ പറയുന്ന രീതിയിൽ സാലറി സ്കെയിലുള്ള ഒരു തസ്തിക കൂടിയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതായത് ഈ പറയുന്ന എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് പറയുന്നില്ല, പ്രതീക്ഷിത ഒഴിവുകളാണ് കേട്ടോ. പിന്നെ 21 മുതൽ 40 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന SSLC വേണം. പിന്നെ ഈ പറയുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തോടു കൂടി തന്നെയുള്ള ഒരു ഡിപ്ലോമ എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അത് ഈ പറയുന്ന സ്റ്റേറ്റ് ബോർഡ് ഓർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് കൂടാതെ തന്നെ 2 വീലർ 4 വീലർ ഹെവി വെഹിക്കിൾസ് ഓടിക്കാനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം. അടുത്തതാണ് കാറ്റഗറി നമ്പർ 30/2026 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ. അതിനകത്ത്
കേരള പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പരീക്ഷ വിളിച്ചിട്ടുള്ള തസ്തികയിലേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 31,200 മുതൽ 66,800 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസിയും ഇവിടെ ഈ പറയുന്ന MVDയിൽ പറഞ്ഞ പോലെ തന്നെ ആന്റിസിപ്പേറ്റ് വേക്കൻസിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആണ്. 20-32 വയസ്സ് വരെ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ്, പ്രധാനമായിട്ട് ഇപ്പോൾ +2 തസ്തികയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, പ്രധാനമായിട്ട് ഈ പറയുന്ന ഗിയർ ഉള്ളതും അതേപോലെ ഗിയർ ഇല്ലാത്തതുമായിട്ടുള്ളത് അല്ലേ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്, പ്രൊഫഷൻസ് ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് വിച്ച് ഇസ് നോട്ട് പ്രൂവ്ഡ് ഇൻ എ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് സെലക്ഷൻ. ഓക്കെ, അതായത് ഒന്നുമില്ല, നിങ്ങൾ ഈ പറഞ്ഞ ഹെവി വെഹിക്കിൾ, 2 വീലർ 4 വീലർ പോലുള്ള വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർ, നമ്മൾ ഈ MVDയിൽ പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഡ്രൈവർ എന്ന് തസ്തികയാകുമ്പോൾ എന്തായാലും ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണമല്ലോ അല്ലെ. അവർ ഈ പറയുന്ന രീതിയിൽ ജീപ്പ് മാത്രം ഓടിച്ചപ്പോഴല്ല, അവർക്ക് ഈ പറയുന്ന രീതിയിൽ വലിയ ഇടിവണ്ടിയൊക്കെ ഓടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓടിക്കാനുള്ള വാലിഡ് ലൈസൻസുകൾ ഉള്ളവർ മാത്രം ഇതിനകത്തേക്ക് അപേക്ഷിക്കുക. ഓക്കെ, ഇനി പ്രധാനമായിട്ട് മറ്റൊന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് പേര് PSCക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അസിസ്റ്റന്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഡോക്ടർ ആ ഒരു രീതിയാണ്, കാരണം MBBS പഠിച്ചവർക്ക് അതിനകത്ത് അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്തെങ്കിലും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. 44 വേക്കൻസിയാണ് SC/ST വിഭാഗത്തിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇത്. 34/2026 എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ MBBS ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഓക്കെ, രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാം. കാരണം ബാക്കിയുള്ള കുറച്ച് ചെറിയ കുറെ തസ്തികയൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം തന്നെ 1-2 വേക്കൻസി മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു വേക്കൻസി ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് നോട്ടിഫിക്കേഷൻ ബൈ ട്രാൻസ്ഫർ ഒക്കെ വരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, എന്നിരുന്നാലും വളരെ സുപ്രധാനപരമായിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അടുത്തിടെ എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസിനെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പോലീസ് ഡ്രൈവർ, മറ്റൊന്നാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഈ 2 തസ്തികയിനകത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ AMVAയിലേക്ക് വരികയാണ്, ഡിഗ്രിയുടെ തസ്തികയാണ്. ഇപ്പൊ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിക്കോട്ടെ പോലീസിലേക്ക് ആയിക്കോട്ടെ ഒക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് പോലുള്ള സാധനങ്ങൾ കവർ ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സ് അതിന്റെ കൂട്ടത്തിൽ കവർ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ബാക്കി അതുമായി ബന്ധപ്പെട്ട സിലബസ് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നല്ല സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് തന്നെ കിട്ടുന്ന സമയമെല്ലാം വളരെ എഫക്റ്റീവായിട്ട് അതിന് ഉപയോഗിക്കുന്നവർക്കായിരിക്കും എന്ത് ചെയ്യുന്ന വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASB അക്കാഡമിയിൽ നമ്മൾ AMVA 2026 വേണ്ടിയിട്ട് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്, ഓക്കെ, എന്താണ് ക്വാളിഫിക്കേഷൻസ്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ പോകുന്നുണ്ട്, ഏതൊക്കെ ക്ലാസ്സുകളാണ്, എങ്ങനെയാണ് ക്ലാസ്സുകളുടെ സ്ട്രക്ചർ, PDF നോട്ടുകൾ എങ്ങനെയൊക്കെയാണ് നൽകുന്നത്, അങ്ങനെ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ സംശയം ഉണ്ടല്ലോ കോഴ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എന്തുണ്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ തൊട്ട് താഴേക്കാണ് നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഇപ്പോൾ സംശയങ്ങളൊക്കെ അറിയിക്കാം, അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്കിൽ നിങ്ങളൊന്ന് ഒരു ഫോം കൊടുത്തിട്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നൽകി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുക, വേഗം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഓരോ സമയം അങ്ങോട്ട് കളയുന്തോറും നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ പൊതുവെ നമുക്ക് തിരിച്ചു കിട്ടാറില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന പരീക്ഷ എടുക്കുന്നതോറും നമുക്ക് റഷ് ആവും. ഈ പറയുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ധൃതിയിലേക്ക് പോകേണ്ടതായിട്ട് വരുമ്പോൾ മിസ്റ്റേക്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക. പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക, റിവിഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യാനും അടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതിയാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ ചില തസ്തികയിലേക്കൊക്കെ മാത്രം പരീക്ഷിക്കുന്ന പഠിക്കുന്നവരുണ്ട്. കാരണം ആ ഒരു തസ്തികയിൽ മാത്രമായിട്ട് വേണ്ട കുറച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ആയിട്ട് അറിയിക്കാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ, വീണ്ടും കാണാം.